കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കോൺഗ്രസ് MP ഹൈബി ഈഡന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളം നൽകി. അടുത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് നരേന്ദ്രമോദി ഹൈബി ഈഡന് വെള്ളം നൽകിയത്. ഹൈബി വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദിയുടെ പ്രസംഗം 1 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിപക്ഷ ബഹളം തുടർന്നു. 2 വട്ടം പ്രസംഗം തടസ്സപ്പെട്ടു. പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും 5 കൊല്ലവും ഇതേ നിലയിൽ ബഹളം വെക്കാനാവില്ലെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരിച്ചടിച്ചു. 99 സീറ്റ് കിട്ടിയത് ആഘോഷമാക്കുന്ന രാഹുലിനെയും കോൺഗ്രസിനെയും പ്രധാനമന്ത്രി പരിഹസിച്ചു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിഹാസം. 100-ൽ 99 കിട്ടിയെന്ന ധാരണയിലാണ് ആഘോഷിക്കുന്നതെന്നും 543-ലാണ് 99 കിട്ടിയെന്ന കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഹുലിനെ കുട്ടിയോട് ഉപമിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. മോദിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാനൊരു സംഭവം ഓർക്കുന്നു. 99 മാർക്ക് നേടിയ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ അതെല്ലാവരെയും കാണിക്കുമായിരുന്നു. 99 എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഒരു ടീച്ചർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മധുരം വിതരണം ചെയ്യുന്നതെന്ന്. 100-ൽ 99 അല്ല, 543-ൽ 99 കിട്ടിയതെന്ന് ആ ടീച്ചർക്ക് പറയണമെന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ബുദ്ധിയല്ലേ. തോൽവിയിൽ നിങ്ങളൊരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചുവെന്ന് ഇപ്പോൾ ആ കുട്ടിയോട് ആരാണ് വിശദീകരിക്കുക എന്നായിരുന്നു പ്രധാനമന്ത്രി ലോക്സഭയിൽ ചോദിച്ചത്. 1984-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം 10 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണ് രാജ്യത്ത് നടന്നത്. എന്നാൽ ഒരിക്കൽ പോലും കോൺഗ്രസിന് 250 കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ 99 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയതെന്നും മോദി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം 4 നിയമസഭകളിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടന്നു. 4 സംസ്ഥാനങ്ങളിലും NDA സഖ്യം വിജയം നേടി. ഒഡീഷയിലെ ജനങ്ങളും BJPയെ അനുഗ്രഹിച്ചു. 3ാം തവണയും തങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. താൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഇരട്ടി വേഗത്തിലായിരിക്കും പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു.